യെസ്, ശ്രീ അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി പറഞ്ഞ ചില ഗ്യാരണ്ടികളുണ്ട്. ഇതേ ഗ്യാരണ്ടി ആയിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ പറഞ്ഞത്. അവിടെ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. കേരളത്തിലും ആ ഗ്യാരണ്ടി പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി എത്തി തൃശ്ശൂരിനെ ഇളക്കി മറിച്ച് കടന്നു പോവുകയാണ്. കോൺഗ്രസിന് അല്പമെങ്കിലും പ്രതീക്ഷയുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് കോൺഗ്രസ്. ഇവിടെയും അവസ്ഥ സമാനമാകുമോ? എന്താണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ? അല്ല ഉമേഷേ, നമ്മളൊരു രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോൾ കേവലം അവകാശവാദങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുന്നേ അതിശയോക്തിപരമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു സത്യസന്ധമായ വിലയിരുത്തൽ നടത്തണമല്ലോ. ഈ സന്ധ്യയിൽ ഞാൻ വൈകിപ്പോയി, കാരണം ഞാൻ 8 മണിക്ക് ആ ചർച്ച തുടങ്ങുന്നതെന്നാണ് മനസ്സിൽ വിചാരിച്ചത്. 7:30 അതുകൊണ്ടാണ് വൈകിപ്പോയത്. ഞാനൊരു കാര്യം ഉമേഷെ, നമ്മുടെ ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ച അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ ചർച്ചയിലുണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് സീറ്റ് നേടുവാനുള്ള നിങ്ങളുടെ സ്വപ്നം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറാം, പക്ഷെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ജനുവരി മാസം 3-ാം തീയതി 2024 ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനുള്ളൊരു സാധ്യത തെളിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാണ്, ഇന്നിപ്പോ തൃശ്ശൂരിനെ ഇളക്കി മറിച്ചു എന്നുള്ള വാദഗതികൾ നിങ്ങൾ ഉയർത്തുന്നു. ജനക്കൂട്ടം ഉണ്ടായിരുന്നു, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ ആ ജനക്കൂട്ടത്തിൽ 10% പോലും തൃശ്ശൂരിലെ വോട്ടർമാരില്ല. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ എത്ര ജില്ലകളിൽ നിന്ന്, ഇപ്പൊ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് വരെയുള്ള ആളുകൾ, ഹൈറേഞ്ചിലുള്ള ആളുകളെ പോകാനുള്ള അസൗകര്യം കൊണ്ടായിരിക്കും തൊടുപുഴയിൽ നിന്ന് വരെ ആളുകൾ പോയിട്ടുണ്ട്, പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിപ്പം വന്നിരിക്കുന്നത് 2 ലക്ഷം എന്ന് പറയുന്നു, ഇനിയിപ്പോ 3 ലക്ഷം വന്നിട്ടുണ്ടാകും, എത്രയും ആയിക്കൊള്ളട്ടെ. പക്ഷെ അതിൽ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, 10 അല്ലെങ്കിൽ 15, ഏറിയാൽ 25%. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഉമേഷിനോട് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ BJPയുടെ അവരുടെ ഒരു കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ വളർച്ചയുടെ ക്ലൈമാക്സിൽ അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതെന്നെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്ലസ് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്ലസ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അത് അതിന്റെ ഒരു മാക്സിമത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, ഈ ന്യൂനപക്ഷ വോട്ടിലേക്ക് BJP കടന്നു ചെല്ലുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു ചെല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? കേരളത്തിൽ ഭൂരിപക്ഷ സമുദായങ്ങളുള്ള പല മണ്ഡലങ്ങളും ഉണ്ട്. ഉദാഹരണം തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, ഇതെല്ലാം ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. ഈ ന്യൂനപക്ഷത്തിന്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് 2019 അവിടെ വിജയിക്കാൻ കഴിയാത്തത്? അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ ഷെയർ എന്ന് പറയുന്നത് പരമാവധി അത് 16%. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 25 to 27% മുസ്ലിം കമ്മ്യൂണിറ്റി, ഞാൻ കമ്മ്യൂണിറ്റി വൈസിൽ പറയല്ല, പക്ഷെ പൊളിറ്റിക്കൽ അനാലിസിസ്, ഒരു 22 to 23% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു 45-46% ടോട്ടൽ കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി പോയാൽ കേരളത്തിലെ ഒരു 52-53% ഭൂരിപക്ഷ സമുദായങ്ങൾ നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റി BJPക്ക് കിട്ടുന്ന വോട്ട് എത്രയാ കേരളത്തിൽ? 10%, 12%. 2019-ലും 2016-ലുമാണ്. 2016 പരമാവധി അസംബ്ലി സീറ്റ് കിട്ടാനുള്ള ഒരു കാരണം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ BDJS രൂപീകരിച്ചുകൊണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെ, അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, അതായിരുന്നു ഒരു പരമാവധി അന്ന് പോളറൈസേഷൻ ഉണ്ടായ വോട്ടുകൾ. അപ്പൊ ഞാൻ പറയുന്നു, കേരളത്തിൽ BJPക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന വോട്ടിന്റെ പരമാവധിയിൽ അവരെത്തിക്കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾ എന്ത് ഗ്യാരണ്ടി, ഈ പറയുന്ന ഗ്യാരണ്ടികളുടെ കാര്യത്തിൽ നമുക്ക് വരുമ്പോൾ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ BJPയുടെ പ്രതിനിധികൾക്ക് ഗ്യാരണ്ടിയെ കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കാം. പക്ഷേ ഞങ്ങൾ അത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശ്രീ രാജഗോപാൽ മത്സരിക്കുമ്പോൾ അന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അന്നും അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ആ മത്ദാൻ ക്ഷേത്ര ജാനെ സെ പഹലെ റജോയിക്ക് അന്തർ ജാന അവർ ഗ്യാസ് സിലിണ്ടർ പർ ദേഖന. നിങ്ങൾ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അടുക്കളയിൽ പോകണം, നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറിൽ നോക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ UPA ഭരിക്കുന്നത് കൊണ്ട് ഗ്യാസിന്റെ വില 300 രൂപ സിലിണ്ടറിൽ എത്തി, അല്ലെങ്കിൽ 350 രൂപ സിലിണ്ടറിൽ എത്തി എന്നുള്ളതാണ്. മോദിയുടെ ഗ്യാരണ്ടി ഞങ്ങൾ ചോദിക്കുന്നു, ഇന്നെന്തേ മോദി ആ കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കാത്തത്? മോദി ഇപ്പം ഗ്യാസ് സിലിണ്ടർ ഞങ്ങൾ 10 കോടി ആളുകൾക്ക് കൊടുത്തു, വാട്ടർ കണക്ഷൻ ഞങ്ങൾ 12 കോടി ആളുകൾക്ക് കൊടുത്തു, ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ അന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത്, UPA ഭരിക്കുന്നത് കൊണ്ട് പെട്രോളിനും ഡീസലിനും വിലവർദ്ധനവ്, ഗ്യാസിന് വിലവർദ്ധനവ്, അതൊന്ന് കുറയ്ക്കാൻ
BJP നടത്തിയ ഒരുപാട് സമരങ്ങൾ, നാരായണൻ നമ്പൂതിരി സാറും ഒക്കെ അതിന് ദൃക്സാക്ഷികളാണല്ലോ. നിങ്ങൾ സിലിണ്ടർ ഉരുട്ടിക്കൊണ്ട് നടത്തിയ സമരം, കാളവണ്ടിയുടെ മുകളിൽ കയറി നടത്തിയ സമരം, സ്കൂട്ടി ഉന്തിക്കൊണ്ട് നടത്തിയ സമരം, അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ MT രമേശും സുരേന്ദ്രനും ഒക്കെ പറയുന്ന വാദഗതികൾ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 40 രൂപയ്ക്ക് പെട്രോള്, 30 രൂപയ്ക്ക് ഡീസൽ എന്നുള്ള വാദഗതികളൊക്കെ നിങ്ങൾ നടത്തിയ ആ മോദിയുടെ ഗ്യാരണ്ടി അത് എവിടെ നിൽക്കുന്നു? ആ ഗ്യാരണ്ടിയിൽ എത്തിയിട്ടില്ല. 2, നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ്, ചെറുപ്പക്കാരോട് പറഞ്ഞ് ഞങ്ങൾ പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്നുള്ളതാണ്. ഞങ്ങൾ നിങ്ങളുടെ ഗ്യാരണ്ടി ആയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം, ആ 2 കോടി എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് വന്നിരിക്കുന്ന, നിങ്ങൾ വിയോജിക്കാം, 7 ലക്ഷം ആളുകൾക്കാണ് പുതിയ തൊഴിലവസരം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം വൈറ്റ് 20 കോടി പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടേണ്ടടുത്ത് അതിലൊക്കെ എത്രയോ താഴെയാണ് തൊഴിലവസരങ്ങൾ. ഇവിടെ നുസ്രത് ജഹാൻ മാഡം കർഷകരുടെ സമരത്തെക്കുറിച്ച് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ കൃഷിക്കാരോട് നിങ്ങൾ പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്, ഞങ്ങൾ കൃഷിക്കാരന്റെ വരുമാനം ചെലവിന്റെ 1.5 ഇരട്ടി, 50 രൂപ ചെലവുള്ളവർക്ക് ഞങ്ങൾ 150 രൂപ അവർക്ക് പ്രതിഫലം കിട്ടുമെന്നാണ്. എന്താണ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ അവസ്ഥ? അപ്പോ നിങ്ങളുടെ വാഗ്ദാനം എവിടെ എത്തി നിൽക്കുന്നു, മോദിയുടെ ഗ്യാരണ്ടി എവിടെ എത്തി നിൽക്കുന്നു എന്ന് മറു ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ഞാൻ താമസിച്ചാണ് കടന്നു വന്നത്. നുസ്രത് ജഹാൻ മാഡം വളരെ വാചാലമായിട്ട് പ്രസംഗിക്കുന്നു, മോദി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതിനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്നത്, സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന ഒരു MP ഉണ്ട് പാർലമെന്റിൽ, ശിവസേനയുടെ MP ആണ്. അദ്ദേഹം ബോംബെ സ്വദേശിയാണ്. അദ്ദേഹം BJPയുടെ മുഖപത്രമായ സാമ്ന പത്രത്തിൽ ഒരു 4 കൊല്ലം മുമ്പ് എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം മറ്റൊന്നുമല്ല, മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ 55 കൊല്ലം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വികസനങ്ങൾ തുടരാൻ കഴിയുന്നു. അതല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ സൊമാലിയ പോലെ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 55 കൊല്ലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചുകൊണ്ട് ഞങ്ങളാണ് റൊട്ടി, ഞങ്ങളാണ് മക്കാൻ, ഞങ്ങളാണ് കപ്പട. ആ മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയാണ് മുഴക്കിയത്. ഞങ്ങളാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഈ രാജ്യം ഒരു വികസിത രാഷ്ട്രമാണ്, ഈ രാജ്യം ഒരു ദരിദ്ര രാഷ്ട്രമല്ല. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ഏതെങ്കിലും പിന്നോക്ക രാഷ്ട്രം പോലെയോ സൊമാലിയ പോലെയോ അല്ലെങ്കിൽ എത്യോപ്യ പോലെയോ ഒരു പട്ടിണി രാജ്യമായിട്ടല്ല ഞങ്ങൾ ഈ രാജ്യത്തെ നിങ്ങളെ ഏൽപ്പിച്ചത്. പിന്നെ നിങ്ങൾ 2Gയുടെ സ്പെക്ട്രത്തിന്റെ കഥ പറഞ്ഞ്, 3G സ്പെക്ട്രത്തിന്റെ കഥ പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റ് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ 10 കൊല്ലം ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ, PC സാറ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ UDFന്റെ പ്രമുഖനായ നേതാവും ചീഫ് വിപ്പുമായിട്ടിരുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം പറയും, പക്ഷെ അദ്ദേഹവും ഒക്കെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരാൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ 77, ആദ്യം 72,000, പിന്നെ 1,500 കോടി, ഞങ്ങൾ 73,500 കോടി ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളി. ഞങ്ങൾ കൊണ്ടുവന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ കൈകളിലേക്ക് പണമെത്താനും അവന് പണം വിനിയോഗിക്കാനുമുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായി, നിങ്ങൾ 12 കോടി കക്കൂസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ 6 കോടി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ വിദ്യാഭ്യാസ വായ്പ കൊടുത്തു. ആ വിദ്യാഭ്യാസ വായ്പ കൊണ്ട് ഇന്ത്യയിൽ എത്രയോ ആളുകൾ, കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവരിൽ 99.9% വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിച്ചിട്ടുള്ളവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, 10 കൊല്ലക്കാലം ഞങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ വികസന പ്രവർത്തനം, 55 കൊല്ലത്തെ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനം, ആ വികസന പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ഞാൻ ഇവിടെ കശ്മീരിനെ കുറിച്ച് മാഡം പ്രസംഗിക്കുന്നു. മാഡത്തിനോട് ഞാൻ പറയുന്നു, ഞാൻ കരസേനയിൽ അധ്യാപകനായി കശ്മീരിലെ പല ഭാഗങ്ങളിലും, കാർഗിൽ ഉൾപ്പെടെ എനിക്ക് സേവനമനുഷ്ഠിക്കാൻ, പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കാൻ ഇടവന്നിട്ടുള്ള ആൾ. നമ്മുടെ കേന്ദ്രമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യദിന്റെ മകളെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഘട്ടത്തിൽ ഞാൻ കശ്മീരിലെ ശ്രീനഗറിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങയോട് ആർട്ടിക്കിൾ 3യുടെ സ്ക്രാപ്പ്, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തിപരമായി പരാമർശിക്കുന്നില്ല. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞിട്ടുള്ളത് 370 ഇറ്റ് ഈസ് നോട്ട് എ പെർമനന്റ് ആർട്ടിക്കിൾ, അത് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യും. പക്ഷെ അത് മാറ്റുന്നതിന് ഒരു ജനാധിപത്യ രാജ്യത്ത് ചില എന്താ പറഞ്ഞ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉണ്ടല്ലോ. ഇത് രാത്രിയുടെ മറവിൽ മാറ്റേണ്ട ഒന്നല്ലല്ലോ. അതിന് അതിൻ്റെതായ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനെയല്ലേ എതിർത്തത്. അതല്ലാതെ ഞങ്ങൾ ആർട്ടിക്കിൾ 370 മാറ്റി എന്നുള്ള കേട്ടതാണല്ലോ വിഷയത്തിൽ. അല്ല, ഞാൻ ഉമേഷേ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ ഉമേഷേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ അത് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി, നിങ്ങളായി എന്നുള്ള കവിതാശതകം ചോദിക്കുന്ന പോലെ, നമ്മൾ ഇപ്പോഴത്തെ കാശ്മീരിനെ കുറിച്ച് മാത്രമല്ലോ, നമ്മൾ 1947 മുതൽ 1949 അല്ലെ 48 അവസാനം വരെ ഇന്ത്യയിൽ ഇല്ലാതിരുന്ന ഒരു കാശ്മീരുണ്ട്.
ഉമേഷ്, നമ്മൾ അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നു ആർട്ടിക്കിൾ 370 അതിനെ എന്താ പറഞ്ഞ് എടുത്തു കളയുവാനുള്ള ആ മാനദണ്ഡങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ എന്താ പറഞ്ഞ 70കളിലൊക്കെ നമുക്കറിയാം. 70കളിലെ ഹിന്ദി സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ മുഴുവൻ ഡാൽ ലേക്കിലാണ് അതിന്റെ ഷൂട്ടിങ്ങുകൾ മുഴുവൻ നടന്നിട്ടുള്ളത്. അന്നൊക്കെ വളരെ സമാധാനമായിരുന്നു. 80-ന് ശേഷമാണ് ഈ തീവ്രവാദവും സിനിമ ജമ്മു കാശ്മീർ കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രീ സേനാപതി വേണു, ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഷൂട്ട് ചെയ്ത സിനിമ പക്ഷേ ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയില്ലായിരുന്നു. ജമ്മു കാശ്മീരിൽ ഞാൻ പറഞ്ഞത് ഒരു 75-80കൾക്ക് മുമ്പിലോട്ടുള്ള കാശ്മീരിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ ഹിന്ദി സിനിമ ഒരു കാര്യം ഞാൻ ചോദിച്ചത്, അതായത് വേണു, ഈ 370 എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്ന് അത് പുനഃസ്ഥാപിക്കുന്നു. അത് മര്യാദയാണോ പറഞ്ഞേ? ഞാൻ വായിച്ചത് വലിയ വാർത്തയുണ്ടായിരുന്നു. AICCയുടെ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളുടെ പവൻ ഖേരി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ AICC വിഷയത്തെക്കുറിച്ച് ചുമതലപ്പെടുത്തിയ രണ്ടാളുകൾ, ഒന്ന് പവൻ ഖേരയും ഒന്ന് പി ചിദംബരവും. പവൻ ഖേര ഹിന്ദിയിൽ പ്രസംഗിച്ചു, പി ചിദംബരം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞത് ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നതിന് ആ നടപടികൾ അത് സംബന്ധിച്ചു. പക്ഷെ രാഹുൽ തിരിച്ചാ പറഞ്ഞത്. അവർ രണ്ടുപേരും പറഞ്ഞു അങ്ങനെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ രാഹുൽ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോ PC ആയിട്ട് നമ്മൾ ചർച്ചയിൽ പറയുന്നു ഇനി പുനഃസ്ഥാപിക്കൽ നടക്കത്തില്ല. പുനഃസ്ഥാപിക്കൽ നടക്കത്തില്ല. വിചാരിച്ചാലും അത് പുനഃസ്ഥാപിക്കും. മടയത്തര വന്ന ഞാൻ ചോദിച്ചു അങ്ങനെ മറുപടി പറയേണ്ടത് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് പോകേണ്ടതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം ശ്രീ നരേന്ദ്രമോദി താങ്കളിലേക്ക് അഡ്വക്കേറ്റ് ശ്രീ നരേന്ദ്രമോദി, നമ്മുടെ സേനാപതി വേണു പറഞ്ഞു വെച്ചത് എല്ലാം കോൺഗ്രസ് ആണ് തുടക്കമിട്ടത്. കോൺഗ്രസ് ഭരിച്ച് മികച്ച സംവിധാനത്തിലേക്ക് BJPയുടെ കയ്യിലേക്ക് തന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗ്യാരണ്ടിയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയാൻ സാധിച്ചത്. എല്ലാം തുടക്കമിട്ടത് പലപ്പോഴും അങ്ങനെയാണ്. ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പറയുമ്പോഴൊക്കെ നെഹ്റുവിൻ്റെ ഒരു നേട്ടമായാണ് കോൺഗ്രസ് പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. അത് ഒന്ന്. രണ്ട്, കാശ്മീർ എങ്ങനെ ഭാരതത്തിൻ്റെ ഭാഗമേ, അതിന് പറയാൻ ഒരുപാട് കാരണങ്ങൾ എനിക്കുമുണ്ടെന്നാൽ അതൊക്കെ പറയേണ്ടത് താങ്കളായതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. താങ്കൾക്ക് പറയാം. ഒന്ന്, സേനാപതിയോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, സേനാപതി 370 വകുപ്പ് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞു. അതൊന്ന് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം അവർ ഈ കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് സമയത്തും അവരുടെ ഏറ്റവും വലിയ പ്രചരണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു. ഈ സുപ്രീം കോടതി വിധി ഉണ്ടായതിന് ശേഷവും അവർ എടുത്ത നിലപാട് അതായിരുന്നു. അപ്പോൾ അതൊന്ന് AICC നേതൃത്വത്തിനെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ സേനാപതി പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് അവരാണ്. അവർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ GDP നിരക്ക് 7% കൂടുതലായിരുന്നു. അത് 2004 വരെ ഭരിച്ച അടൽ ബിഹാരി വാജ്പേയിയാണ്. അതിനുശേഷം മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തായിരുന്നു എന്ന് വീണ്ടും തന്നെ നോക്കിക്കോളൂ. ഞാൻ ആ GDP നിരക്കിൻ്റെയോ അതിൻ്റെ അത്രയും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. പക്ഷെ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ നരസിംഹറാവുവിനെ കുറിച്ച് കൂടി പറയാനൊന്ന്, ഈ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്ന് അത് മുഴുവൻ അടിച്ചു തകർത്തിട്ട് പുതിയ സാമ്പത്തിക സമീപനം ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതിനെല്ലാം നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ സാമ്പത്തിക സമീപനം വേണ്ട എന്ന് വെച്ച് ഈ ഇന്ത്യ തുറന്നു കൊടുക്കാൻ, ഇന്ത്യൻ വിപണി ഓപ്പൺ ചെയ്യാനുള്ള തീരുമാനമെടുത്ത് നരസിംഹറാവുവിൻ്റെ പേര് കൂടി ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണ്. നമുക്കൊരു നന്ദി ഉണ്ടാവണമല്ലോ. കാരണം അതും മൻമോഹൻ സിംഗ് ആണ്. അതിൽ നരസിംഹറാവുവിനെ കുറിച്ച് എങ്ങാനും സേനാപതി പറഞ്ഞാൽ നാളെ സേനാപതി പുറത്താണ്. കാരണം നരസിംഹറാവുവിൻ്റെ ശവശരീരം പോലും AICC ഓഫീസിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ വേണു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 50-ൽ 5 പതിറ്റാണ്ട് 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചവരാണ്. നിങ്ങൾ തുടങ്ങി വെക്കാത്ത പരിപാടികൾ ഒന്നുമില്ല. ശരിയാണ്. നിങ്ങൾ ഈ 6 പതിറ്റാണ്ട് നിങ്ങൾ നിർമ്മൽ പദ്ധതി നിങ്ങൾ പറഞ്ഞു, പക്ഷേ കക്കൂസ് നിർമ്മിച്ചില്ല. നിങ്ങൾ റോട്ടി കപ്പട അവർ മക്കാൻ പറഞ്ഞു. നിങ്ങൾ ജോലി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല, വീട് നിർമ്മിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല, റൊട്ടി കൊടുക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയില്ല. അതിന് 2014 നരേന്ദ്രമോദി വരേണ്ടി വന്നു. നിർമ്മൽ പദ്ധതി നിങ്ങൾ പറഞ്ഞു, എല്ലാ വീടുകളിലും ശൗചാലയം
പക്ഷെ പറഞ്ഞേ ഉള്ളൂ, കടലാസിലേ ഉള്ളൂ. അത് നടപ്പിലാക്കി വന്നപ്പോൾ വരാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു. കാരണം എന്തുകൊണ്ട് നടപ്പിലായില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കാലത്ത് ഈ ഓരോ പദ്ധതി നടപ്പിലാകുന്നതും പദ്ധതി ചെലവിൻ്റെ 85% മോഷണം പോകുമായിരുന്നു, ശോഷിക്കുമായിരുന്നു. 85% യഥാർത്ഥ ഗുണഭോക്താക്കളിൽ കിട്ടാറില്ലായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ജൻധൻ യോജന, എന്താ പറയുക, സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ബാങ്കിൽ തുടങ്ങി. രാജ്യത്ത് കോടിക്കണക്കിന് രൂപ ഇതുവരെ ബാങ്കിന്റെ സമീപത്ത് ചെല്ലാൻ പോലും അർഹതപ്പെടാത്ത സാധാരണക്കാർ, ദരിദ്രർക്ക് ഉൾപ്പെടെ, സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ബാങ്കിന്റെ സേവനം 87% ആളുകൾക്ക് ബാങ്കിങ് സേവനം ഉറപ്പുവരുത്തി. അതുകൊണ്ട് ₹1 സർക്കാർ നൽകിയാൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ചെല്ലുന്ന സംവിധാനം ഉണ്ടായി. നിങ്ങൾ വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം നിർമ്മിച്ചു കൊടുത്ത 3.5 കോടി വീടുകളാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് ലഭിക്കുന്നത്. നിങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ചു, നടപ്പിലാക്കിയില്ല. ഞങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ച പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി. അത് വ്യത്യാസമുള്ളൂ. പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാമായണത്തിലോ ഭാരതത്തിലോ ഇല്ലാത്ത കഥകളൊന്നും എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലെയാണ്. കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ച പദ്ധതി അല്ലാതെ പ്രത്യേകിച്ച് നടപ്പാക്കാനൊന്നും കാണിയില്ല. കാരണം പദ്ധതികളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ഇലക്ഷനും. നിങ്ങൾ ബാങ്ക് ദേശസാൽക്കരിച്ചു 70കളിൽ. എന്തിനാണ് ദേശസാൽക്കരിച്ച്? ഈ ബാങ്കിന്റെ സേവനം ഇല്ലാത്തവർക്ക് ബാങ്കിന്റെ സേവനം എത്തിക്കാൻ. 2014 വരെ എത്തിയോ സാർ? എത്തിയോ? നിങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ ബാങ്ക് തുടങ്ങി. പക്ഷെ ആർക്കാണ് ബാങ്കിന്റെ സേവനം ഉണ്ടായിരുന്നത്? പാവപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടായോ സാർ? നരേന്ദ്രമോദി വരേണ്ടി വന്നില്ലേ? മുദ്രാവാക്യങ്ങളും സ്വപ്നങ്ങൾ വിൽക്കാനുള്ളത് മാത്രമായി നിങ്ങൾ നിലനിർത്തിയപ്പോൾ കണ്ട സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ, മുദ്രാവാക്യങ്ങൾ അത് സങ്കല്പമാക്കാനും ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കാനും ഉള്ള കാലമായിരുന്നു കഴിഞ്ഞ 9 വർഷം. അതാണ് കോൺഗ്രസ് സർക്കാരും മോഡി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് മോഡിക്ക് 3ാം വട്ടവും മോദി വരും എന്ന് ഉറപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ വരില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ BJPയെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും BJPക്ക് പിന്തുണ കൂടുകയാണ്. 2014-ലും 2019-ലും ഈ 2024-ലും നോക്കിക്കോളൂ. 24-ൽ ചരിത്രം മാറുകയാണ്. കാരണം നിങ്ങൾ രണ്ടും ഒന്നാണ് എന്ന് ജനം തിരിച്ചറിയുന്നു. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പിണറായി വിജയൻ വോട്ട് തരണമെന്ന് പിണറായി വിജയനും, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് തരണമെന്ന് കോൺഗ്രസും പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയിട്ട് എന്ത് കാര്യം? കാരണം കഴിഞ്ഞ 2019-ൽ അവർ വിചാരിച്ചതാണ് ഇപ്പം ആകുമെന്ന്. അത് തന്നെയാണല്ലോ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാരണം ഇത്രയേറെ ഗുണഫലങ്ങൾ 6000 രൂപ കർഷകന് ലഭിച്ചത്, കർഷകന്റെ മിനിമം താങ്ങുവില സപ്പോർട്ട് പ്രൈസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്, എവിടെയാണ് വർദ്ധിപ്പിച്ചത്? സംഭരണ വില വർദ്ധിപ്പിച്ചതടക്കം, MSP അടക്കം. ഇവിടെ ഈ കൊപ്രയുടെ വില ഈ കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചു. സാർ വായിച്ചില്ലായിരുന്നു? അല്ലല്ലേ, 300 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു റബ്ബറിന്റെ. എന്തായി? അല്ല, അതിപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ 300 രൂപ അത് ഇടതുപക്ഷമാണ് സാറേ പറഞ്ഞു. 250 രൂപ 250 രൂപയാക്കുമെന്ന് ഇടതുപക്ഷമാണ് പറഞ്ഞത്, BJP അല്ല പറഞ്ഞത്. BJP കൊപ്രയുടെ താങ്ങുവില കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചു. നെല്ലിന്റെ താങ്ങുവില 28 രൂപ 21 രൂപ. റബ്ബറിന് 250 രൂപ കൊടുക്കുമെന്ന് ഇടതുപക്ഷമല്ലേ പറഞ്ഞത്? ഞാൻ ഈ ഗ്യാസ് കൊടുത്തത് വിറക് ഉപയോഗിക്കാത്ത പ്രകടന പത്രികയിൽ ഒരു മിനിറ്റ് കൂടെ എനിക്ക് അല്ല, പ്രകടന പത്രികയിൽ ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉള്ളതാണ് റബ്ബർ 250 രൂപയാക്കും എന്നുള്ളത്. ഇത് എത്ര 150 രൂപ കിട്ടുന്നില്ല. പിന്നെ റബ്ബറിന്റെ മുഴുപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റബ്ബർ ചൂടെ വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് എനിക്ക് തരണേ. അല്ല, ഞങ്ങളെ ചീത്ത വിളിക്കാനല്ല കേട്ടോ. നമ്മൾ ചീത്ത വിളിക്കുമ്പോഴല്ലെന്നറിയാമല്ലോ. അല്ല, നമ്പൂതിരി സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങ് ബാങ്ക് അക്കൗണ്ട് സാർ, ഈ ബാങ്ക് ഒക്കെ ഞങ്ങൾ ദേശസാൽക്കരിച്ച്, അന്ന് ബാങ്ക് ദേശസാൽക്കരണത്തിനെതിരെ നിന്നവരാ പഴയ ജനസംഘത്തിന്റെ ആളുകൾ. ആ ജനസംഘമാണല്ലോ പിന്നീട് BJP ആയത്. നമ്മൾ പഴയ ചരിത്രം കൂടെ ഒന്ന് പഠിക്കണം. ആ പഴയ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കൊന്ന് ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ബാങ്ക് ദേശസാൽക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് തുടങ്ങിയത്. ഇല്ലെങ്കിൽ മാർവാടികൾ ഈ ബാങ്കുമായിട്ട് തുടർന്നേനെ, പ്രൈവറ്റ് ബാങ്ക്. ഞങ്ങൾ രാഹുൽ ഗാന്ധി
എനിക്ക് ഒരു മിനിറ്റ് സമയം എനിക്ക് ഉമേഷ് ഒരു വേഗം, മിനിറ്റ് സമയം വേഗം. ദാനം ഞാൻ അതിന് മാത്രം മറുപടി എന്റെ പറഞ്ഞത്. അവസരമല്ല എന്ന് എനിക്കറിയാം. ഞങ്ങൾ അല്ല ഇതൊറ്റ അതെ, അല്ല. ഇതിന് മാത്രം ആ. ഇതിന് മാത്രമേ ഉള്ളൂ. അടുത്തത് നിങ്ങൾ ഞാൻ ബാങ്ക് ചോദ്യം പറയാം. ദേശസാൽക്കരണത്തിനെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ദേശസാൽക്കരിക്കുന്നതിനെതിരാണ്. അല്ല, ഞാൻ ബാങ്ക് ഞങ്ങൾ ഈ എല്ലാ സർക്കാരിന്റെ ഉടമസ്ഥതയിലെ ആവണം വ്യവസായങ്ങൾ, സർക്കാർ ഓക്കേ, വ്യവസായം ഓക്കേ. നടത്താനും ഇനി രണ്ട്. കച്ചവടം അതിന്റെ പറഞ്ഞേ ഞങ്ങളുടെ പോളിസി അത് കച്ചവടം നടത്താനും ആവരുത്. ഇനി രണ്ടാമതായിട്ട് അങ്ങ് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് നെഹ്റു കുടുംബത്തിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നെഹ്റു കുടുംബത്തിലെ ഒരാളും ഒരു അധികാര കേന്ദ്രങ്ങളിൽ അവരാരും വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ മാറി നിൽക്കുകയാണ്. ഇനി ഞാൻ പറയുന്നു, 2013 വേണമായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ കഴിയുമായിരുന്നു. ഒരു കൊല്ലം മുമ്പേ ആകാൻ കഴിയുമായിരുന്നു. അതിനൊന്നും ഒരു തർക്കവും ഇല്ല. അദ്ദേഹം അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങൾ റായ്പൂരിലെ ഞങ്ങളുടെ പ്രമേയത്തിൽ തന്നെ പറയുന്നത്, കോൺഗ്രസ് അങ്ങനെ ഒരാളെയും കോൺഗ്രസിൽ നിന്ന് പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഇന്ത്യ സഖ്യം അത് വിജയിക്കുമ്പോൾ ആ ഘട്ടത്തിൽ 2004 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തിളങ്ങുന്നുവെന്ന് അങ്ങ് പറഞ്ഞത് 2004 വാജ്പേയി ഭരിക്കുമ്പോൾ 99 മുതൽ 2004 ഉള്ളൂ. അതിന്റെ പിറകോട്ടും ഉണ്ടായിരുന്നു, GDP ഒക്കെ മുന്നിൽ നിന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2004 മുതൽ 2014 വരെ ആ കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒന്നുകിൽ സോണിയാഗാന്ധിക്കോ അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊന്നും വരുന്നതിന് സോണിയാഗാന്ധി ശരിയാ, രാഹുൽ ഗാന്ധി വന്നില്ല. സോണിയാഗാന്ധിക്ക് ആകാമായിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അവസരം വന്നു. രാഹുൽ ഗാന്ധിക്ക് 2013 സോണിയാഗാന്ധി മനഃപൂർവ്വം വേണമെന്ന് വെച്ചാൽ ശരി. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി പറഞ്ഞ ഗ്യാരണ്ടിയൊക്കെ എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തന്നെയാണ് തുറന്നിടുന്നത്. പ്രത്യേകിച്ച് ഈ പരമ്പരാഗത വോട്ട് ബാങ്കിലൊക്കെ വിള്ളലുകൾ ഉണ്ടാകുമെന്ന ഭയം അത് ഇടത് കേന്ദ്രങ്ങളെയും വലത് കേന്ദ്രങ്ങളെയും ഒക്കെ ഒരേപോലെ അലട്ടുന്നുണ്ട്. അതിന് രാഷ്ട്രീയമായി എങ്ങനെ പ്രതിഫലിക്കും എന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും BJPയെ സംബന്ധിച്ച് BJPക്ക് ലഭിച്ചിരിക്കുന്നത് സ്വപ്ന തുല്യമായ തുടക്കമാണ് തൃശ്ശൂരിൽ. അത് ഏത് രീതിയിൽ രാഷ്ട്രീയമായി അത് ഉപകരിക്കുമെന്നതൊക്കെ ഇനി കാണേണ്ടതുണ്ട്. അത് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കും തുടർ ചർച്ചകളിലേക്കും ഒക്കെ വക വെക്കുന്ന ഒരു ദിശാസൂചകമാകുന്ന പരാമർശങ്ങൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒക്കെ നന്ദി. ജനറൽ ഡിബേറ്റ് പൂർത്തിയാകുന്നു. നമസ്തേ.